ഞാൻ നേരത്തെ പറഞ്ഞു ചില വലിയ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യാനുള്ള ചില ഡയറക്ടേഴ്സിൻ്റെ കഴിവിനെ പറ്റി ഞാൻ പറഞ്ഞു. മറ്റ് പല ഡയറക്ടേഴ്സും ഭയപ്പെടുന്ന ചില സബ്ജക്റ്റുകൾ, വലിയ സബ്ജക്റ്റുകൾ എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചില സബ്ജക്റ്റ്. അത്തരത്തിലൊരു സബ്ജക്റ്റായിരുന്നു നമ്പർ 20 മദ്രാസ് മെയിലിൻ്റെ. കാരണം ട്രെയിനിലാണ് ഷൂട്ടിങ്, മുഴുവനായിട്ടും ട്രെയിനിൽ. ഒപ്പം അതിൽ പാതിയിലേറെ സീനും നൈറ്റ് എഫക്റ്റാണ്. ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും പാലക്കാട് താമസിക്കുകയും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂട്ടിങ്ങിൽ പോവുകയും നേരെ വെളുത്ത് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിൽ വരികയും ചെയ്തിരുന്ന 1-2 ദിവസങ്ങളല്ല, ആഴ്ചകൾ. ഇങ്ങനെ മാത്രമാണ്. അവിടുന്ന് നമ്മൾ പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് ഈ പറയുന്ന നിലമ്പൂരേക്ക് ഞങ്ങൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന, ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന ഒരു ട്രെയിൻ ഈ നിലമ്പൂർ റൂട്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഷൂട്ട് നടക്കുമ്പോൾ മറ്റു കമ്പാർട്ട്മെൻറ്റിൽ കിടന്നുറങ്ങുകയോ ഇതൊക്കെ ചെയ്യും. ഇങ്ങനെ ആഴ്ചകൾ ഷൂട്ട് ചെയ്ത പടമാണ് ഇത്. ഒരു അസാമാന്യ ക്ഷമയും. പിന്നെ ഒപ്പം തന്നെ അന്ന് ഞാൻ ജോഷി എടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ജോഷി ഇത് നമുക്ക് സെറ്റ് ഇട്ടിട്ട് ചെയ്തുകൂടെ? അപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു, സെറ്റ് ഇട്ടിട്ട് ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ആ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സീൻ പോലും സെറ്റില്ല, എല്ലാം ഒറിജിനൽ. അതിൻ്റെ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെയാണ് അതിൻ്റെ എല്ലാം എടുത്തിരിക്കുന്നത്, പാട്ട് വരെ. ഞങ്ങൾ കമ്പോസ് ചെയ്യുന്ന ഇരിക്കുമ്പോൾ സാധാരണ ജോഷിക്ക് നമ്മൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം തരുന്നത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് മറ്റ് മാർഗനിർദ്ദേശങ്ങളൊന്നുമില്ല, ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഹൗസേപ്പൻ്റെ അടുത്ത് ചോദിച്ചു, എടോ എന്ത് പാട്ട് ഇങ്ങനെ? അപ്പോൾ ഞാൻ ഹൗസേപ്പൻ്റെ അടുത്ത് പറയുന്നത്, എടോ ഈ ജംഗിൾ ബുക്കിൽ കുരങ്ങ് പാടുന്ന ഒരു പാട്ടുണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ മുൻപിലുള്ള ഏക ഉദാഹരണം. കുരങ്ങ് പാടുന്ന ഒരു പാട്ട്, അതിൻ്റെ ഒരു പഞ്ചും കാര്യങ്ങളും. അതും ഈ പാട്ട് പോയിട്ട് യാതൊരു ബന്ധമില്ല, പക്ഷെ നമ്മുടെ ഇൻസ്പിറേഷൻ അതായിരുന്നു. അത് കമ്പോസ് ചെയ്ത് അന്ന് വൈകുന്നേരം ഇവരെല്ലാവരും, ജോഷി, ജയനൻ എല്ലാവരും കൂടി ചേർന്ന് വരുന്നു. ഡെന്നീസുണ്ട്, എല്ലാവരും ആദ്യത്തെ കേൾക്കലിന് തന്നെ. ഒപ്പം തന്നെ അന്ന് ഈ പാട്ട് കേട്ട മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, ഓയിനി സാറ്. അപ്പോൾ ഓയിനി സാർ എൻ്റെ അടുത്ത് ആദ്യം എഴുതുന്നതിന് മുമ്പ് ചോദിച്ചു, നിനക്കെന്താ വട്ടുണ്ടോ എന്ന്? ഇതേപോലത്തെ, അല്ലെങ്കിൽ ആരും അങ്ങനെ ചിന്തിക്കില്ലല്ലോ, കുരങ്ങ് പാടുന്ന ഒരു പാട്ട് എന്നൊക്കെയുള്ള കാര്യത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത കണ്ടു കഴിഞ്ഞപ്പോൾ മാഷ് ചോദിച്ചു, മാഷ് പറഞ്ഞു, ഇങ്ങനെ എഴുതണമെങ്കിൽ ഇത്തിരി വട്ട് തന്നെ വേണമെന്ന്. പവൻ അത്രയും മുരുകി വീണുപോയി, പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നീലനഭസിൻ മേഘപടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം, പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി, പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന മൂവി നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ കുസൃതി നിറഞ്ഞ കുറേ സീക്വൻസ് നമുക്ക് ഓർമ്മ വരാം. ഒപ്പം തന്നെ മമ്മൂക്കയുടെ ഗസ്റ്റ് റോൾ പോലത്തെ ഒരു ഭയങ്കര രസമുള്ള മമ്മൂക്ക ഹിംസെൽഫ് വരുന്നൊരു ഫിലിമാണ്. അപ്പം അതിനകത്ത് MG ശ്രീകുമാർ സാറാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ ആ പാട്ടിൻ്റെ ബ്യൂട്ടി എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ട്രെയിൻ റൈഡിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും, അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അതെല്ലാം ഭയങ്കര രസമായിട്ട് കൺവേ ചെയ്യുന്നൊരു പാട്ടാണ്. ഒരു ഇറ്റ്സ് ലിറ്റിൽ വെസ്റ്റേൺ അറേഞ്ച്മെൻ്റ് ഒക്കെ ആ സമയത്ത് ഗിറ്റാർസും കുറേ നല്ല രസമുള്ള കുറേ കാര്യങ്ങൾ ആ പാട്ടിൽ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ പാട്ട് ഫോർ മീ ആസ് എ സിംഗർ എനിക്കത് എപ്പോഴെങ്കിലും സ്റ്റേജിൽ പാടണം, കുറച്ച് റീഅറേഞ്ച് ഒക്കെ ചെയ്താൽ, ഒന്ന് റീപാക്കേജ് ചെയ്താൽ ഓഡിയൻസിന് ഭയങ്കര, ഇപ്പോഴും അതിൻ്റെ മെയിൻ മെലഡി അതിൻ്റെ ഹുക്കൊക്കെ ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. അപ്പം അതുപോലെ തന്നെ ആ പാട്ടിൻ്റെ ഒരു സക്സസ്സിൻ്റെ ഒരു ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് വെച്ചാൽ അടുത്ത് വീണ്ടും അത് റീമിക്സ് ചെയ്ത് നമുക്കൊരു ഫിലിമിൽ കേൾക്കാൻ പറ്റി. ദാറ്റ് ഷോസ് ദ ലൈഫ് ഓഫ് ദ സോങ്. കുറേ കാലം, ഇത്രയും കാലത്തിന് ശേഷവും ഈ പാട്ട് ആൾക്കാർക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫ് തന്നെയാണ്. സോ ഇറ്റ്സ് എ ലവ്ലി സോങ്. ആ ഫിലിമിൻ്റെ ഒരു എസൻസ് ശരിക്കും ആ പാട്ടിലൂടെ കൺവേ ചെയ്തിട്ടുണ്ട്. ആരുരുക്കി മാല തീർത്തുവോ, വീണുടഞ്ഞ താഴികക്കുടം ആരുരുക്കി മാല തീർത്തുവോ, തീരങ്ങളിൽ തീർത്ത മൺകൂരയിൽ തീയൂതി പൂന്തന്നലോ, ആഴിതൻ കൈകളോ ആവണി പൈതലോ, ആരു പൊന്നാലയിൽ തീർത്തു മിന്നും പതക്കങ്ങൾ, പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി, പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം
കടന്നിത്ര വേഗം എങ്ങു മാഞ്ഞുപോയി. ജോഷി ഫിലിമുകളുടെ ഒരു പ്രത്യേകത, എനിക്ക് തോന്നുന്നു ജോഷി അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങേറ്റം ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എവിടെ ഒരു ടാലൻറ്റ് പ്രൂവ് ചെയ്തേക്കുന്ന ആളുകളെ ജോഷിയുടെ അടുത്ത പ്രോജക്റ്റ് അവരുടെ ആയിരിക്കും. കാരണം ചില അത്തരം പുതിയ പുതിയ ടാലൻസിൽ കൂടെ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തെ ജോഷിയുടെ കാരിയർ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പുതിയ പുതിയ ടാലൻസിനെ കണ്ടെത്തുകയല്ല ജോഷി ചെയ്തിട്ടുള്ളത്. അത്തരം വന്ന ടാലൻസുകളെ മുഴുവൻ കൃത്യമായിട്ട് ജോഷിയുടെ ഫിലിമിൻ്റെ സ്ട്രെങ്താക്കി മാറ്റിയിട്ടുണ്ട്. കോടമഞ്ഞിൻ കോടിയഴിഞ്ഞു, താഴ്വരകൾ രാവിലുണർന്നു. കോടമഞ്ഞിൻ കോടിയഴിഞ്ഞു, താഴ്വരകൾ രാവിലുണർന്നു. താരങ്ങളാം ദീപനാളങ്ങളിൽ ആറാടും മേലെ വാനിൻ പൂവാടിയിൽ വാരൊളി തിങ്കളിൽ തോണിയിൽ വന്നവൾ ആരു പൊൻ താരക റാണിയോ ജം 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 ജം. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടം കടന്നിത്ര വേഗം എങ്ങു മാഞ്ഞുപോയി. നീലനഭസിൻ മേഘവരത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും ഉരുകി വീണുപോയി.